വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗൈസ്. ഇപ്പം നമ്മളിന്ന് പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പങ്കനും കുഞ്ഞാറ്റി പിന്നെ ആൽവൻ ചേട്ടനുമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ അമ്പലവയൽ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ എടക്കൽ കേവ്സ് അതുപോലെ നമ്മുടെ ഫാൻഡം റോക്ക് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലവയൽ ടൗണിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മളത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ത് കാര്യമാണ് ഞാനീ പറയുന്നതെന്ന് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ ആയ അതുപോലെ തന്നെ മോസ്റ്റ് അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലായ പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ അമ്പലവയൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളങ്ങനെ എൻട്രൻസിലെത്തിയിട്ടോ. ടിക്കറ്റ് നമ്മൾ മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 70 റുപ്പീസാണ് ഒരാളുടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ ആദ്യം 30-50 ഒക്കെ ആയിരുന്നു. കണ്ടില്ലേ, എൻട്രൻസ് ആണിത്. അപ്പോൾ നമ്മൾ എൻട്രൻസിലൂടെ കയറിയ പാട് നമുക്ക് കാണുന്നത് എന്താണ്, ഫ്ലവേഴ്സാണ്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ, അതുപോലെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവലാണ് നമ്മുടെ പൂപ്പൊലി. അപ്പം മോസ്റ്റ് നല്ല തിരക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ടൈം വന്നിട്ട് ഒരു 7 o'clock ആയിട്ടുണ്ടാവും. അപ്പം മോസ്റ്റ് തിരക്കെന്ന് പറഞ്ഞാൽ മോസ്റ്റ് തിരക്കാണ്. ആ ഒരു തിരക്കിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് മോസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം, അതുപോലെ തന്നെ പറ്റുന്ന വിഷ്വൽസ് എല്ലാം നമ്മൾ ക്യാപ്ചറും ചെയ്യണം. ഇതാ അങ്ങനെ നോക്കുമ്പോഴാണ് ഇതാ ഗായ്സ് നോക്കൂ, ഒരു ചെറിയ പാമ്പു. അപ്പോൾ ഈ പ്രാവശ്യം കുറേ വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാനാണ് ഫസ്റ്റ് വന്നത്. എവിടെ പോയാലും ഐസ്ക്രീമാണ് നമുക്ക് മോസ്റ്റ്. അങ്ങനെ ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്. നമ്മുടെ കുഞ്ഞാത്തിയും പൈങ്കിളിയും ഏതൊക്കെ ഫ്ലേവേഴ്സാണ് വാങ്ങിയെന്ന് നോക്കാം. അപ്പോൾ അതാ നമുക്ക് തിരക്ക് അധികം ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് നിൽക്കാം. അപ്പോൾ നമ്മൾ തിരക്ക് അധികം ഇല്ലാത്ത സ്ഥലത്തേക്ക് നിൽക്കുകയാണ്. എൻ്റെ ഗായ്സ് ഇവിടെ നമുക്ക് ആ ലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പോണ്ടാണ് കേട്ടോ. അപ്പോൾ 2 അരയണങ്ങളെ കാണാം. ഈ കാണുന്നത് അവിടെ മോസ്റ്റായിട്ട് തിരക്കാണ്. ഈ വഴി കൂടെ വേണം നമുക്ക് പോവാൻ. അപ്പോൾ എനിക്ക് മോസ്റ്റ് നല്ല ടെൻഷനും പേടിയെല്ലാം വരുന്നുണ്ട് തിരക്ക് കാണുമ്പം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പോർഷൻസിലും കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. പങ്കൻ വാനില ഫ്ലേവറും കുഞ്ഞാത്തി ബ്ലൂബെറി ഫ്ലേവറുമാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം ചൂസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാമല്ലേ. അപ്പോൾ അതവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ക്യൂവിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഗായ്സേ, തിരക്ക് കാരണം പകുതി വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എത്രത്തോളം പറ്റുന്നോ അത് മുഴുവൻ നമ്മൾ ക്യാപ്ചർ ചെയ്യും. അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ആവക്കാഡോ സിറ്റി എന്ന് പറഞ്ഞതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ വലിയ 2-3 ആവക്കാഡോസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല രസമുണ്ട്. ഈ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിലെ വ്യൂ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ എടുക്കുന്നത് മോസ്റ്റ് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡ്രോൺ വേണം. അപ്പോൾ ഇതാ ആ സ്വാൻസിനെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ മേരി ഗോൾഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം 350 പൂക്കളുടെ കൂടുതൽ കളക്ഷൻസാണ് നമ്മുടെ പൂപ്പൊലിയിൽ സാധാരണയായിട്ട് വരാറുള്ളത്. അതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ചാട്ടോ കണ്ടുള്ളൂ, പകുതി കണ്ടിട്ടുമില്ല. ക്യാമറയിലെടുത്ത് മാത്രമാണ്, ശരിക്കും നേരിട്ട് പോലും കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ നമ്മളിതാ നടന്ന് വേറൊരു പ്ലേസിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ജനുവരി 1 മുതൽ 15 വരെയാണ് നമ്മുടെ പൂപ്പൊലി നടക്കാറുള്ളത്. സാധാരണ നമ്മുടെ പൂപ്പൊലിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 റുപ്പീസൊക്കെ ആയിരുന്നു അഡൽട്ട്സിന്. പിന്നെ പിള്ളേർക്ക് 30-40 ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം 70 റുപ്പീസ് ആക്കിയിട്ടുണ്ട്. പിള്ളേരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പോൾ കറക്റ്റ് നമുക്കെല്ലാവർക്കും 70 ആണ് വന്നിട്ടുണ്ടായിരുന്നത് അഡൽറ്റിന് കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിതാ മുമ്പോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഈ സൈഡിലുള്ളത് മാത്രം കാണുകയാണ്. പിന്നെ മുകളിലത്തെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കാണുന്നത് നമ്മുടെ ജയൻറ്റ് വീലാണ് കേട്ടോ. അപ്പോൾ തിരക്കിൽ മോസ്റ്റായി നമ്മൾ സേഫായി നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും സേഫായിട്ടാണ് നടക്കുന്നത്.
അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇതാ പോപ്കോണൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ പൊതുവേ എപ്പോഴും തന്നെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം രാത്രിയാണ് കൂടുതൽ തിരക്കെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് ലീവ് ഡേ ആണല്ലോ, അപ്പോൾ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ദിവസം അതൊരു ബിഗ് മോസ്റ്റ് ആയിപ്പോയി. കാരണം മോസ്റ്റ് തിരക്കെന്ന് പറഞ്ഞാൽ ബിഗ് മോസ്റ്റ് തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ അടിപൊളിയായിരിക്കും. ഗായ്സ് അപ്പം നമ്മൾ അത്രയും സേഫായിട്ടാണ്, ഞാൻ ഒരു 100 പ്രാവശ്യം നിങ്ങളോട് ഇത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ പൂക്കളെല്ലാം നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പകലാണ് വരേണ്ടത്. അപ്പോൾ രാത്രി വന്നാലും നമുക്ക് പൂക്കൾസ് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ തിരക്കിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് പകുതി വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. ഇവിടെ നിന്ന് നോക്കിയാൽ മോസ്റ്റായി കാണുന്നത് നമ്മുടെ ജയൻറ്റ് വീലാണ് കേട്ടോ. അപ്പോൾ ജയൻറ്റ് വീൽ മോസ്റ്റായി നന്നായി ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും പങ്കനും കൂടെ ഇതാ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ആ ടെൻഷൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ, ആ ഒരു എന്താ പറയുക തിരക്കിൻ്റെ ടെൻഷൻ. അപ്പോൾ ചില ഏരിയാസിൽ മാത്രമാണ് ആൾക്കാർ അധികം ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ അവിടേക്ക് നീങ്ങിയപ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ. ഗായ്സ് ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരുപാട് ചെറിയ ഇടവഴികളുണ്ടായിരുന്നു. ആ വഴി കൂടെ പോയാൽ നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് സ്പോട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തിരക്ക് കാരണം നമ്മൾ നേരെ വന്നേക്കുന്നത് ഇപ്പോൾ സ്റ്റാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റാൾസ് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാൻ പറ്റും, അതുപോലത്തെ സ്റ്റാൾസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മൾ ഉത്സവത്തിനൊക്കെ പോയാലുള്ള ഒരു തിരക്കും അതുപോലെ സ്റ്റാളുകളും അതുപോലെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ എന്താ പറയുക ഫാൻസി ഐറ്റംസ്, അതുപോലെ നമ്മുടെ സീഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും. പിന്നെയെന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ സ്റ്റാളുണ്ട്. പിന്നെയെന്ന് പറയുമ്പം ഈ എന്താ പറയുക ബാഗ്സ് ഉണ്ട്, ചെപ്പൽസ് ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് സ്റ്റാളുകളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളൊരു മഞ്ചിൻ്റെ കഥ നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മഞ്ചൊക്കെ കഴിച്ചത്, ആ മഞ്ചിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിലത്തൂടെ ഇഷ്ടംപോലെ കവറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലൈവ് മെർമെയ്ഡ് ഷോയിലാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗായ്സ്. ഇപ്പോൾ ഒരാൾക്ക് 100 റുപ്പീസാണ് മെർമെയ്ഡിനെ കാണാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും എന്താ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് നമ്മുടെ മെർമെയ്ഡ്സിൻ്റെ ഷോ എന്നൊക്കെ കേട്ടോ. അപ്പം വാവ് ഗായ്സ്, ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നോക്കി ഇഷ്ടംപോലെ മീമിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല ടൈപ്പ് മീമികളെ എല്ലാവരെയും കാണാം കേട്ടോ. അപ്പം മീമികളെ എല്ലാവരെയും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയാലാണ് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ മെർമെയ്ഡിനെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ മത്സ്യകന്യകയെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പോകാം ഗായ്സ്. അപ്പോൾ ലൈവായിട്ടുള്ള ഈ മെർമെയ്ഡ് ഷോ കാണണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ ടിക്കറ്റ് എല്ലാം എടുക്കണം കേട്ടോ. അത് നമ്മുടെ പൂപ്പലി ടിക്കറ്റ്, ആ ടിക്കറ്റിൽ ഇത് കോമ്പൻസേറ്റ് ചെയ്യില്ല, ഇത് എക്സ്ട്രാ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ മീമീസിനെ എല്ലാവരെയും നമ്മളിങ്ങനെ കാണുകയാണ്. വലിയ അക്വേറിയങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഫ്ലെക്സൊക്കെ അടിച്ചിട്ടുണ്ട് മത്സ്യകന്യകേൻ്റെ. അതുപോലെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ വയനാട്ടിൽ മോസ്റ്റാണിത്. ജനുവരി എല്ലാ വർഷത്തിൻ്റെയും തുടക്കമാണ് കേട്ടോ, ജനുവരി 1 തൊട്ട് 15 വരെ. അപ്പോൾ വന്നിട്ടുള്ളവർക്കറിയാം. ഗായ്സ് ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നമ്മൾ പൂപ്പൊലി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി, ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ. അത് പൂപ്പൊലി എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആ ഒരു മെമ്മറിയാണ്. അപ്പം നമ്മൾ പോയി, ഞങ്ങൾ 4 പേരും കൂടെ പോയി റിക്വസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതായിരുന്നു ആ ഒരു ചാൻസ്. നമ്മൾ കാരണം അങ്ങനെ എല്ലാവർക്കും പൂപ്പലിക്ക് പോകാൻ പറ്റി, സ്കൂളിലുള്ള എല്ലാവർക്കും. അത് ഒരു ഉച്ചയ്ക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും വന്നു. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക കൺസെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ മെർമെയ്ഡ്. അപ്പോൾ വന്നിട്ട് നമ്മുടെ മെർമെയ്ഡ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ആ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ അത് പ്രത്യേക ഒരു രസമാണല്ലേ. അതും സ്കൂൾ യൂണിഫോമിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. വേറെയും സ്കൂൾസിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു മോസ്റ്റ് മെമ്മറി ആയിരുന്നു എനിക്ക്. അവരെല്ലാവരെയും ഞാനൊരു ടൈമിൽ മോസ്റ്റായിട്ട് മിസ് ചെയ്തു കേട്ടോ ആ ഒരു ടൈം. അങ്ങനെ നമ്മൾ വന്നു. ജയൻറ്റ് വീലിലും നമ്മുടെ ആകാശത്തോണിയിലൊക്കെ കയറിയിട്ടാണ് നമ്മളന്ന് പോയത്. പിന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. അല്ലാതെ നമ്മൾ എന്തൊക്കെയോ വാങ്ങി. നമ്മുടെ മെർമെയ്ഡ് ഇതാ നമുക്ക് ബായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിയും പൈങ്കിളിയും ഇതാ മീമികളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് 2020
22-ലാണെന്ന് എനിക്ക് തോന്നുന്നു. 2022 തുടക്കത്തിലാണ്. 21 ആണോ 22 ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു റീൽസ് മാത്രമായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്ക് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മീമികളെ എല്ലാവരെയും നമ്മൾ കാണാണ്. അന്നാണ് ലാസ്റ്റ് വന്നത്. പിന്നെ ഈ വർഷം ആദ്യമാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മീനിന് എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആലൻ ചേട്ടൻ പറയുന്നുണ്ട് അതിന് ഉപ്പിലിട്ട് വെച്ചാൽ അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം പോകുന്നു. അങ്ങനെ മെർമെയ്ഡ് ഷോ കണ്ട് നമ്മൾ ഇറങ്ങി. എനിക്ക് അത്ര വലിയ ആ ഒരു 100 രൂപയ്ക്കുള്ള മെർമെയ്ഡ് ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ആകാശത്തോണിയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നല്ല കളർഫുൾ ലൈറ്റിൽ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറം നമ്മുടെ ജയൻ വീലും ഉണ്ട്. ഇതിൽ രണ്ടിലും കയറിയവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് മോസ്റ്റായിട്ട് അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കയറണമെന്ന്. വിളറി വെളുത്തിട്ടാണ് നമ്മൾ 2-4 പേരൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങിയത്. അയ്യോ ചിരിയും വന്നു കരച്ചിലും വന്നു. മോസ്റ്റ് അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജയൻ വീൽ കറങ്ങുന്നുണ്ട്. എനിക്ക് ഈ ആകാശത്തോണിനെക്കാട്ടും മോസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ജയൻ വീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചോളം നമ്മുടെ കമ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കമ്പം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ ഗായ്സ്. ആരെങ്കിലും ഒരു തട്ട് വന്നതെല്ലാം നിലത്ത് കിടക്കും. അപ്പോൾ സേഫായിട്ടാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തതും വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ആരുടെ കയ്യിൽ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാൻ. നമ്മുടെ പങ്കൻ്റെ കയ്യിലും അതുപോലെ നമ്മുടെ കുഞ്ഞാറ്റേൻ്റെ കയ്യിലൊക്കെ ഓരോ സാധനങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളിതാ കമ്പം വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, ചെറിയ എരിവുണ്ട്. അപ്പം നമ്മുടെ ആകാശത്തോണിയും നമ്മുടെ ജയൻ വീലും എല്ലാം കണ്ടുകൊണ്ട് കമ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റാണ് ഗായ്സ്. ഇപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന ടൈമിൽ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഓർത്തു ഗാനമേളയാണെന്ന്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഗാനമേളയല്ലായിരുന്നു, നമ്മുടെ വയനാട്ടിലെ ബാൻഡായ ഇല്ലം ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റേജിൽ ഓൺ ദ വേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കമ്പെല്ലാം കഴിച്ചുകൊണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. കാണുന്നില്ലേ ഗായ്സേ, മോസ്റ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാം, നമ്മുടെ ബാൻഡിൻ്റെ പാട്ടെല്ലാം കേട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കാം ഗായ്സ്. ഇപ്പം നമ്മൾ ഇല്ലത്തിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള സോങ്സ് എല്ലാം കേട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. അവിടെ നിൽക്കുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. വീഡിയോയിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു. നല്ല പവർഫുൾ ആയിട്ടുള്ള എനർജിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേജിൻ്റെ ഫയർ വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേജിൽ. ഇവിടെ നമ്മുടെ ജയൻ വീലും ആകാശത്തോണിയും കൊണ്ടുപിടിച്ച മത്സരമാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോളം കമ്പം എല്ലാം കഴിച്ച് നമ്മൾ പാട്ടും പാടി അതിനകത്ത് ഇങ്ങനെ മുഴുകി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് കാണുമ്പോൾ നല്ല തിരക്ക് തോന്നുമെങ്കിലും അത്ര തിരക്കില്ല കേട്ടോ. നമുക്ക് സേഫായി നിൽക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ ഈ നടക്കുമ്പോഴാണ് മോസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം. നമ്മൾ മാറി നിന്നാലും പിന്നെയും തിരക്കുണ്ടാക്കി നമ്മുടെ അടുത്തേക്ക് വരുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഞാനും പങ്കനും കുഞ്ഞാറ്റിയും കൂടെ പാട്ടൊക്കെ പാടിയതാ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചോളം നമ്മുടെ കമ്പം കഴിച്ചിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ കമ്പാണ് കേട്ടോ. അപ്പം കമ്പെല്ലാം കഴിച്ച് നമ്മുടെ ഇല്ലത്തിൻ്റെ സോങ്സ് എല്ലാം കേട്ട് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മുടെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ എല്ലാം. കാരണം ബാക്ക് സ്റ്റേജിൽ ഇവരാണ് നമ്മുടെ സൗണ്ടും എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ മോസ്റ്റായി പെർഫോം ചെയ്യണമെങ്കിൽ ഇവർ വിചാരിക്കണം സത്യം. പിന്നെ അതുപോലെ നമ്മുടെ ഡാൻസ് ടീമിൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ടും ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ മോസ്റ്റായിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഒക്കെ കേട്ട് അവരുടെയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നിന്ന് നമ്മുടെ സോങ്സ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ ലൈറ്റും സൗണ്ടും എല്ലാം വന്നിട്ട് നമ്മുടെ AKS ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഒരുപാട് പ്രോഗ്രാംസിലും നമ്മുടെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളും എല്ലാം AKSൻ്റെ ആയിരുന്നു. അപ്പം അവരുടെ അടുത്താണ് നിൽക്കുന്നത്. അവരവിടെ ഇരുന്ന് കൺട്രോളെല്ലാം ചെയ്യുന്നത് നമുക്കിങ്ങനെ കാണാം കേട്ടോ. അപ്പം മോസ്റ്റായിട്ട് നമ്മളവിടെ പെർഫോമൻസ് എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇവിടെയാണ് മെയിൻ ഫങ്ഷൻസ് എല്ലാം വരുന്നത്. അപ്പം എല്ലാവരും പാട്ടൊക്കെ പാടി ചില്ലിങ് വൈബാക്കുന്നുണ്ട്. ഒരുപാട് പേര് ഡാൻസ് എല്ലാം ചെയ്യുന്ന കാണാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
അപ്പം നല്ല രസമാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിൽക്കാൻ. ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് പിന്നെ പോകാൻ തോന്നില്ല കേട്ടോ. കാരണം അധികം തിരക്കില്ല, സേഫായി നമുക്ക് നിൽക്കുകയും ചെയ്യാം. എൻജോയ്മെൻറ്റ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഓടി ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാമല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. പൊട്ടറ്റോ റോളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് മയോണൈസാണ്. അല്ല കേട്ടോ, ഇതിലും നല്ലത് നമ്മൾ വല്ല ടൂത്ത് പേസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും. ആ ഒരു വൈറ്റ് ക്രീമാണ് നിങ്ങൾ കണ്ടത്. ഒട്ടും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ല. എന്ത് ടേസ്റ്റാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ടൊമാറ്റോ സോസായിരുന്നു. അപ്പോൾ ഒരുവിധം ഞാൻ പകുതി കഴിച്ച് കുഞ്ഞാറ്റയ്ക്ക് ബാക്കി പകുതി കൊടുത്തതാ. നമ്മുടെ പൂപ്പലിയെല്ലാം കണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്കിതാ ഉത്സവത്തിൻ്റെ ഒരു ചെറിയ സെക്ഷൻ, ചെറിയൊരു വ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മളുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് മസാല ഷവായി ആണ് കേട്ടോ. എൻ്റെ ഗായ്സേ നല്ല വിശപ്പുണ്ട്. പൊട്ടറ്റോ അവിടുന്ന് കഴിച്ചിട്ട് നമ്മുടെ വിശപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് കാരണം സത്യം പറയാലോ വിശപ്പൊക്കെ ചത്തിരിക്കുമായിരുന്നു നമ്മുടെ. ഗായ്സ് ഇപ്പം ഞാനിതാ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ പൂപ്പലി. ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാവരും തന്നെ പറയുന്നത് ഈ ഒരു ഇത്രയും ഡേയ്സിൽ എല്ലാ ഡേയ്സും ഇതുപോലെ തിരക്കുണ്ടായിരുന്നു എന്നാണ്. പിന്നെ നമ്മുടെ ആന്ധ്രമേമി പറഞ്ഞു ഫസ്റ്റ് ടൈം ആദ്യം 1-ാം തീയതി 2-ാം തീയതി ഒക്കെ പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്നിട്ടോ. അപ്പോൾ അന്ന് പോയാൽ മതിയായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ സ്റ്റാൾസൊന്നും അതുപോലെ കുറേ ഫ്ലവേഴ്സൊന്നും കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പാകമായ ടൈമാണ്, പക്ഷേ മോസ്റ്റ് തിരക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂപ്പലി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോസ്റ്റായി നമ്മൾ പൂപ്പലെല്ലാം കണ്ടുവന്നു. ആ തിരക്കിന്ന് രക്ഷപ്പെട്ട കാര്യം ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മയോണൈസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കഴിക്കാം കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ മസാലയ്ക്ക് എന്ത് ടേസ്റ്റാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ കുറച്ച് റൈസാണ് ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റൈസ് എനിക്കിഷ്ടമായി കേട്ടോ. എൻ്റെ ഗായ്സേ നമ്മുടെ മസാല വന്നിട്ട് മോസ്റ്റ് പുളിയാണ് കേട്ടോ. എനിക്ക് ഇത്രയും പുളിയൊന്നും ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.